കേരളത്തിലെ കോൺഗ്രസ് നന്നാവാത്തതിൻ്റെ മറ്റൊരു കാരണം ഇതാണ്. KPCC അധ്യക്ഷനായ കെ സുധാകരനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വലിയ തോതിലുള്ള ഗൂഢാലോചന കോൺഗ്രസിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. നിരവധിയായ ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. നമുക്കറിയാം, VM സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇട്ടുപോയി എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇട്ടുപോയതല്ല. അദ്ദേഹം മനം മടുത്ത് രാജിവെക്കേണ്ടി വന്നതാണ്. വലിയ രീതിയിലുള്ള ഗ്രൂപ്പിസം കാരണം. ഗ്രൂപ്പുകളെ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കാത്ത കെ സുധാകരനും ഇതേ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത്. ഇപ്പോഴും വലിയ രീതിയിൽ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം കോൺഗ്രസിനുള്ളിൽ കിടക്കുന്നു എന്നുള്ളത് പല നേതാക്കൾക്കും പരസ്യമായി അറിയുന്ന കാര്യം തന്നെയാണ്. അത് കാരണം കേരളത്തിലെ കോൺഗ്രസ് അങ്ങോട്ട് കരകയറുന്നില്ല. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് നിയമസഭയിൽ സീറ്റുകൾ കിട്ടിയത് 2011 അന്ന് 38 സീറ്റാണ് കോൺഗ്രസിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഒന്ന് ആലോചിക്കണം, കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ ഇടിവ്, അത് എല്ലാ മേഖലയിലും ഉണ്ടാവുന്നതിന് കാരണമാകുന്നത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ പരസ്പരം അള്ളുവെക്കുമ്പോഴാണ്. കേരളത്തിൽ ഇത് പ്രത്യേകമൊന്നുമല്ല. കേരളത്തിലെ ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരത്തിൻ്റെ ഇരകളായ പലരുമുണ്ട്. VM സുധീരൻ തന്നെ 2004 അന്നത്തെ CPIMൻ്റെ സ്ഥാനാർത്ഥിയായ KS മനോജിനോട് കേവലം 800 വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ സജീവമായി വിട്ടുമാറി നിന്നു. ഇപ്പോഴിതാ തൃശ്ശൂരിലെ മണലൂരിൽ തിരിച്ചു കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം തന്നെ സുധീരനെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കെ സുധാകരൻ്റെ കാര്യം എടുത്താൽ, അദ്ദേഹത്തിന് KPCC സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. അദ്ദേഹത്തിന് പ്രായാധിക്യമായി, അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ചില ആളുകൾ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. PD സതീശൻ കെ സുധാകരനെതിരാണ് എന്ന് പലപ്പോഴായി പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും വാസ്തവത്തിൽ VD സതീശൻ തുറന്നടിക്കുന്നു, കെ സുധാകരനെ മാറ്റാൻ ഞാനൊരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനകത്തെ നീറ്റലും പുകച്ചിലും വലിയ തോതിൽ ആഘോഷമാക്കാൻ പിണറായിസ്റ്റുകളായിട്ടുള്ള, പിണറായിയെ സ്തുതിക്കുന്ന നിരവധി മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അവരുടെ ഏറ്റവും വലിയ അജണ്ട കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ഇവിടെ BJPയെ രണ്ടാം ശക്തിയാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും വലുത് വ്യാജ വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമെന്ന് വ്യാജ വാർത്ത ഉണ്ടാക്കി ഗീവത്സ്യൻ തന്ത്രം ഇവിടെ പ്രവർത്തിക്കുക, അത് നിലവിൽ വരുത്താൻ ഒരുപാട് കിണഞ്ഞു ശ്രമിക്കുന്നവരുണ്ട്. അതായത് ഒരു കള്ളം 100 തവണ പറഞ്ഞ് അത് സത്യമാക്കുന്നതിന് തുല്യമായി മാറ്റിയെടുക്കാനുള്ള ഈ ഒരു പ്രൊപ്പഗാൻഡയാണ് ഇപ്പോൾ കേരളത്തിലെ പല പിണറായിസ്റ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്.